സംസ്ഥാനത്ത് പുതിയതായി 195 ഡോക്ടർമാരുടെ തസ്തിക അനുവദിച്ച് മന്ത്രിസഭായോഗം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ 50 പുതിയ തസ്തികയും അനുവദിച്ചു. ആരോഗ്യവകുപ്പിന്റെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് അംഗീകരിച്ചത്. കൊല്ലത്തെ പര്യടനം പൂർത്തിയാക്കി നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും. സുരക്ഷയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നവകേരള സദസ്സ് നടക്കുന്ന സ്ഥലങ്ങളിൽ താൽക്കാലിക റെഡ് സോണുകൾ പ്രഖ്യാപിച്ചു. 9 സ്റ്റേഷൻ പരിധികളിലാണ് നിയന്ത്രണം. ദീപക് ധർമ്മടം കൊല്ലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദീപക് ധർമ്മടം, എന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് മന്ത്രിസഭായോഗം കൈക്കൊണ്ടത്? വേണുബാലകൃഷ്ണൻ, നവകേരള സദസ്സിലെ അവസാന ക്യാബിനറ്റ് യോഗമാണ് ഇന്ന് കൊല്ലത്ത് ചേർന്നത്. അതിൽ ഏറ്റവും ജനപ്രിയമായ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതാണ് നിർണായകം. ഗവർണറുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇടുക്കി മെഡിക്കൽ കോളേജിന് 50 പുതിയ ഡോക്ടർമാരെ അനുവദിച്ചുകൊണ്ട്, അതായത് നാഷണൽ മെഡിക്കൽ മിഷൻ്റെ റൂൾസ് പ്രകാരമുള്ള അംഗീകാരം കിട്ടുമാറ് വിധത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. മാത്രവുമല്ല 195 പുതിയ ഡോക്ടർമാരെ, അതായത് നിലവിലുള്ള തസ്തികയിൽ ആൾക്കാരെ വെക്കുക എന്നുള്ളതല്ല, പുതിയ അധിക തസ്തികയായി 195 കേഡർ ഡോക്ടർമാരെ അനുവദിച്ചിരിക്കുന്നു ഈ മന്ത്രിസഭാ യോഗം എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. നേരത്തെ കോവിഡ് കാലത്തൊക്കെ താൽക്കാലിക ഡോക്ടർമാരെ വെച്ചിരുന്നു. അത്തരത്തിൽ ജനപ്രിയമായ ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ മന്ത്രിസഭാ യോഗം കടന്നിരിക്കുന്നു. നവകേരള സദസ്സിലെ അവസാന മന്ത്രിസഭാ യോഗമാണ്. മറ്റൊന്ന്, എയർ സ്ട്രിപ്പുകൾ നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. സംസ്ഥാനത്തെ എയർ സ്ട്രിപ്പുകൾ, അതിൽ ഇടുക്കി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എയർ സ്ട്രിപ്പുകളുടെ പരിശോധന നടത്താൻ വേണ്ടിയുള്ള സാങ്കേതിക വിദഗ്ധനെ നിയമിക്കാൻ വേണ്ടി, നോഡൽ ഓഫീസറെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മറ്റൊരു കാര്യം, നഗര കമ്മീഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുഴുവൻ നഗരങ്ങളെയും ഏകരൂപമായി ഏകജാലക സംവിധാനത്തിൽ കൊണ്ടുവരുന്ന, രാജ്യത്താദ്യമായി നഗര കമ്മീഷൻ നടപ്പാക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഔദ്യോഗികമായി സർക്കാരിൻ്റെ ക്യാബിനറ്റിൻ്റെ വാർത്താക്കുറിപ്പ് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ലഭ്യമാകുന്ന സൂചനയനുസരിച്ച് ഏറെ ജനപ്രിയമായ നിരവധി തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ ഗവർണർക്കെതിരെ ശക്തമായ നിലപാടുണ്ടാകും എന്ന് ഇന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. വേണുബാലകൃഷ്ണൻ. ദീപക് ധർമ്മടമാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.